നമ്മൾ മുസ്ലിംസിനുള്ളതാണ് ഈ ഹലാൽ ചിക്കൻ. എന്നാൽ നിങ്ങൾ മറ്റു മതക്കാർ ഇത് തൊടാനേ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ അതിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഹലാലിന് വേറൊരു മീനിങ് ഉണ്ട്. ഞാനിപ്പോ കാണിക്കുന്ന ഈ സ്റ്റിക്കർ ആയിരിക്കും നിങ്ങളെ പലരും കാണുന്നത്. നമ്മൾ ആ ടൈമിൽ വിചാരിക്കുന്നത് എന്താണ്? മുസ്ലിംസ് എന്തെങ്കിലും ആരാധനയോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ചെയ്യുന്ന എന്തെങ്കിലും ഫുഡ് ആയിരിക്കും ഈ ഹലാൽ എന്ന് പറയുന്നത്. ആ തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കും ഉണ്ട് താനും. പ്രാചീന കാലം മുതലേ മുസ്ലിംസ് തുടർന്നു വരുന്ന മൃഗങ്ങളെ കൊല്ലുന്ന ഒരു രീതി പറയുന്നതാണ് ഹലാൽ. ഇതിലെ ജുഗുലാർ വെയിൻസ്, ഈസോഫാഗസ്, കരോട്ടിഡ് ആർട്ടറീസ് എന്നിവ മൂന്നും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇതുമൂലം ഈ മൃഗത്തിലുള്ള മുഴുവൻ ബ്ലഡും പുറത്തേക്ക് പോവുകയും ബാക്ടീരിയാസ്, ഇൻഫെക്ഷൻസ് എല്ലാം ഈ ബ്ലഡിലൂടെ പുറത്തോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൃഗത്തിന്റെ മീറ്റ് ഫ്രഷ് ആകുന്നു. ഈ ഒരു രീതിയുടെ പേരാണ് ഹലാൽ. ഇതുമൂലമാണ് നമ്മൾ ഹോട്ടൽസിലും ചിക്കൻ സ്റ്റോളുകളിലും ഈ ഒരു സ്റ്റിക്കർ കാണപ്പെടുന്നത്. ഇങ്ങനെ പല പല വിശ്വാസങ്ങള് എല്ലാ മതത്തിലും ഉണ്ട്. അത് ഓരോരോ മതങ്ങളുടെ വിശ്വാസമാണ്. ഒരു മതത്തെയും കുറ്റപ്പെടുത്താതിരിക്കുക.